ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നല്ലൊരു കാസർഗോഡ് ചിക്കൻ വറവാണ് ഉണ്ടാക്കുന്നത്. ഒരു വെറൈറ്റി സംഭവമാണ്, അഡാർ ഐറ്റമാണ്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് വേണ്ടത് ഒരു 3-4 സവോള എടുക്കാം. മീഡിയം സൈസിലുള്ള ഒരു 4 സവോള മതിയാകും. അതെടുത്തിട്ട് ഇതുപോലെ നേർതായിട്ട് മുറിച്ച് കൊടുക്കുക. നല്ല കുനുകുനാന്ന് അരിഞ്ഞു കൊടുക്കുക. ഉള്ളി ഒരുപാട് ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ചും കൂടി അധികം എടുക്കാം. ചിക്കൻ ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 4 സവാള, മീഡിയം സൈസിലുള്ള ഒരു 4 സവാള എടുത്തിട്ട് നേർങ്ങനെ മുറിച്ച് കൊടുക്കാം. പിന്നെ ഇതാ ഒരു മുറി തേങ്ങ നല്ലോണം ചിരകി എടുക്കുന്നുണ്ട്. ഒരു മുറി മതിയാകും. പിന്നെ ഒരു 6-7 വെളുത്തുള്ളി, ഒരു വലിയൊരു പീസ് ഇഞ്ചി. ഈ സ്റ്റെപ്പാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഈ പൊടികൾ ചൂടാക്കി ഇടുന്നത് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. അതിന് വേണ്ടിയിട്ട് ചെറിയൊരു പാനിലോട്ടേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇത് രണ്ടും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, കറിയുടെ ടേസ്റ്റ് ഫുള്ള് മാറിപ്പോകും. ഇത് രണ്ടും നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇത് വേറെ തന്നെ ഒരു ടേസ്റ്റ് കൊടുക്കും നമ്മളെ ചിക്കൻ വറവിന്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ ഡയറക്റ്റായിട്ട് ഇടുന്നതും ഇങ്ങനെ ചെയ്യുന്നതും നല്ല ഡിഫറൻസ് ഉണ്ട്. നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കിയാൽ ആ ഡിഫറൻസ് മനസ്സിലാകും. വേറെ തന്നെ ഒരു സ്മെല്ലൊക്കെ വരും ഈ ചിക്കൻ വറവിന്. സ്മെല്ല് ഉദ്ദേശിച്ച് നല്ല മണമാണ്, മോശം മണമല്ല. അത് കഴിഞ്ഞിതാ ഞാൻ എടുത്തു വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങ, പിന്നെ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളത് ഉള്ളി. തക്കാളി ഇതിന് വേണ്ട, ആവശ്യമില്ല. ഒരാൾ തക്കാളി ഇടും, അത് വേണ്ട. ശരിക്കും ഇങ്ങനെയാണ് നമ്മളെ നാട്ടിലുണ്ടാക്കാറുള്ളത്. പിന്നെ ചിക്കൻ നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ചെറുതായിട്ട് മുറിക്കാൻ നോക്കുക. വലിയ പീസാകുമ്പോൾ ആ ടേസ്റ്റ് കിട്ടില്ല. ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് തന്നെ എടുക്കുക. ഞാനിവിടെ വലിയ പീസൊക്കെ ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ എടുത്തു വെച്ച ഉള്ളി കൈ കൊണ്ട് തിരുമ്മിയിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഏകദേശം ഒരു 3 സവാളേൻ്റെ അടുത്ത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി സവാള അവിടെ മാറ്റി വെക്കുക, പിന്നീട് ആവശ്യം വരും. ഇതുപോലെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് നമ്മളെടുത്ത് വെച്ച 1 കപ്പ്, 1 മുറി തേങ്ങ ഇതേപോലെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇട്ട് കൊടുക്കുന്നത് നമ്മളെടുത്ത് വെച്ച വെളുത്തുള്ളി ഇഞ്ചി. ഇത് പേസ്റ്റ് ആക്കിയിട്ട് ഇടേണ്ട ആവശ്യമൊന്നുമില്ല, ചതച്ച് കൊടുത്താൽ മതി, നന്നായി ചതച്ച് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഇട്ട് കൊടുക്കേണ്ടത് നമ്മളെടുത്ത് വെച്ച ചൂടാക്കിയ പൊടിയുണ്ടല്ലോ, ആ പൊടിയെല്ലാം ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഞാൻ മഞ്ഞൾപ്പൊടി ഇടുന്നത് ഇതിൽ വീഡിയോ എടുക്കാൻ മറന്നുപോയി. മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. ആ പൊടി മൊത്തത്തിൽ തന്നെ ഇട്ട് കൊടുക്കാം. എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം, മറക്കരുത്. പിന്നെ ഇതിലേക്ക് മസ്റ്റായിട്ടുള്ള സംഭവമാണ് കുരുമുളക് പൊടി. ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഈ ചൂടാക്കിയ മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയാണ് കാസർഗോഡ് വറവിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. എരിവ് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ മുളക് പൊടി അഡ്ജസ്റ്റ് ചെയ്ത് കുരുമുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ പിന്നെ കുരുമുളക് മോന് അധികം കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ആവശ്യത്തിന് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ട് ഞാൻ
നോക്കിയിട്ടേ ചേർത്തിട്ടുള്ളൂ. ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്, കുരുമുളക് പൊടിയും ചൂടാക്കിയ മുളക് പൊടിയും. എന്നിട്ട് നമ്മളെ കൈ വെച്ചിട്ട് ഇതിന് മുന്നേൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കണം. ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് ഒരു 10 മിനിറ്റ് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കണം. നല്ലോണം മിക്സ് ചെയ്യണം, ഒന്നും നോക്കണ്ട, നല്ലോണം മിക്സ് ചെയ്തോ. ഈ സമയത്ത് പൊടി കുറവാണെങ്കിൽ കുറച്ചധികം ചൂടാക്കി വെക്കാം പൊടികളൊക്കെ. എന്നിട്ട് ആവശ്യത്തിന് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതാ നല്ലോണം ചേർക്കുന്നുണ്ട്, ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കളറൊക്കെ കുറവാണ് തോന്നുന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. കുരുമുളകൊക്കെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം നമ്മളെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം, ഒരു കുഴപ്പമില്ല. ഇതുപോലെ നന്നായി യോജിപ്പിച്ചെടുക്കാം. ഇപ്പം എല്ലാം സെറ്റായി എടുത്തിട്ടുണ്ട്, വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മാത്രം കുറച്ച് വെള്ളം മതി, ചിക്കൻ വേവാൻ വേണ്ടിയിട്ട്, അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം, ഒരുപാടൊന്നും വേണ്ട. എന്നിട്ട് ഇതുപോലെ എല്ലാം ഒന്ന് സെറ്റാക്കി കൊടുക്കാം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കാൻ വെക്കാം. പിന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, കഴിവതും ഇതുപോലുള്ള പാത്രങ്ങൾ തന്നെ യൂസ് ചെയ്യുക. നോൺ സ്റ്റിക്ക് പാത്രങ്ങളാകുമ്പോൾ ആ ഒരു വറവിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. ഇതുപോലത്തെ ആകുമ്പോൾ നമുക്ക് ആ വറവിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെ ആയിരിക്കും. ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇതുപോലെ വെള്ളമൊക്കെ ചിക്കൻ നന്നായി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെയും നമുക്ക് വെച്ച് നോക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമുക്കിത് ചെറുങ്ങനെ ഒന്ന് ഇളക്കിയിട്ടൊക്കെ കൊടുക്കാം. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം സെറ്റായി വന്നിട്ടുണ്ട് ചിക്കൻ വറവ്. ഈ സമയത്ത് ഞങ്ങൾക്ക് പൊടിയും ഉപ്പും എല്ലാം നോക്കിയിട്ട് വേണ്ടുന്നതൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ടേക്ക് വേണ്ടതെന്ന് വെച്ചാൽ വേറൊരു പാനിലോട്ടേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലോട്ടേക്ക് ആവശ്യത്തിന് കടുക് പൊട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ ഒരു 2 ഏലക്ക, ഒരു 3 ഗ്രാമ്പു, ഒരു പട്ട ഇതിട്ട് കൊടുക്കാം. ചെറുങ്ങനെ ഒന്ന് റോസ്റ്റാക്കി കൊടുക്കാം. റോസ്റ്റ് ആവുന്ന സമയത്ത് നമ്മൾ മാറ്റി വെച്ച ഉള്ളി ഉണ്ടല്ലോ, ആ ഉള്ളി ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു ഹാഫ് സവാളയായിരിക്കും. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു ലോ ഫ്ലെയിം അല്ല ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായി വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ചൊന്ന് റോസ്റ്റ് ചെയ്താൽ മതി. ആ സമയത്ത് നമുക്ക് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് തേങ്ങ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ആ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ഇതാണ് കാസർഗോഡ് ചിക്കൻ വറവിൻ്റെ സീക്രട്ട് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത്. ഇതിൽ ചില ആൾക്കാർ തക്കാളിയൊക്കെ ചേർക്കും. സത്യത്തിൽ തക്കാളിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. ജീരകം ലാസ്റ്റ് ടൈമിൽ തന്നെ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് ഇതൊന്നും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ സ്റ്റൈൽ തന്നെ 2-3 സ്റ്റൈലിൽ ആൾക്കാർ വെക്കാറുണ്ട്. ഒന്നെങ്കിൽ ലാസ്റ്റ് ഇതുപോലെ വറുത്തിടും, അല്ലെങ്കിൽ ഒരാൾക്കാർ വെച്ചാൽ ഇതുപോലെ ആക്കിയിട്ട് ഫസ്റ്റ് ഇതുപോലെ വഴറ്റി കൊടുത്തിട്ട് ചിക്കൻ അതിലോട്ടേക്ക് ഇട്ട് കൊടുക്കും. അങ്ങനെ 2-3 സ്റ്റെപ്പ് ചിക്കൻ വറവുണ്ട്. ഞാൻ ഇടയ്ക്ക് ഇതുപോലെ ഉണ്ടാക്കാറുള്ളത്. അതാണ് ഇന്ന് വീഡിയോ എടുത്ത് കാണിച്ചത്. ഇനി വേറൊരു സ്റ്റൈൽ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഉറപ്പായിട്ടും വീഡിയോയിലിടാം. ഇത്രയാണ് വേണ്ടത്. റോസ്റ്റ് ആവേണ്ട കളർ മനസ്സിലായല്ലോ. അധികം റെഡിഷ് കളറൊന്നും ആവണ്ട, ഇത്രമാത്രം ആയാൽ മതി. എന്നിട്ട് നമുക്ക് നമ്മൾ ചിക്കനിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. മൊത്തത്തിലെല്ലാം ഇട്ട് കൊടുക്കാം. ഒന്നുകൂടി നമുക്ക് നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നല്ല കളറും ഒക്കെ വന്നിട്ടുണ്ട്, നല്ല എരിവും
ഒക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഓപ്ഷണലാണ്. ഞാനൊരു ഹാഫ് ലെമൺ പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതാ ഒടുവിൽ ലാസ്റ്റ് ഇങ്ങനെയാണ് നമ്മളെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. ഇത് നല്ല നെയ്പ്പത്തിൽ, പൊറോട്ട, ചപ്പാത്തി, ചോറ് എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻ എന്ന് വെച്ചാൽ നമ്മൾ നീർദോശ ഉണ്ടല്ലോ, നീർദോശയും ചിക്കൻ വറവും അടിപൊളി ടേസ്റ്റാണ്. മസ്റ്റ് ട്രൈ ഐറ്റമാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതേപോലെ ചെയ്താൽ മതി. പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് പൊടി ചൂടാക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ ചൂടാക്കാൻ ശ്രദ്ധിക്കുക. ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ചിക്കൻ ചെറിയ ചെറിയ പീസാക്കാൻ നോക്കുക. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് പാത്രം നോൺ സ്റ്റിക്ക് ആവാതെ ഇതുപോലുള്ള പാത്രം എടുക്കാൻ നോക്കുക. അപ്പോൾ പിന്നെ പെട്ടെന്ന് വെള്ളമൊക്കെ വറ്റി വരും, നല്ല വറവായി കിട്ടും. ഇതാ ഇപ്പോൾ നമ്മളെല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ നല്ലോണം കുറുകി, നല്ല ഇത് ചാറ് വേണമെങ്കിൽ അത്ര കുറുകേണ്ട ആവശ്യമില്ല. ഡ്രൈ ആയിട്ടാണെങ്കിൽ കുറച്ച് കുറുക്കി എടുക്കുക. കുറച്ചുകൂടി കുറുകുമ്പോഴായിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക. നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കാം. നീർദോശേൻ്റെ കൂടി ഇതൊരു കഴിച്ചു നോക്കിയാൽ ഉറപ്പായിട്ടും വീണ്ടും വീണ്ടും നിങ്ങളിത് ഉണ്ടാക്കി നോക്കും. അത്രയ്ക്ക് സിമ്പിളാണ്, വേറെ പണികളൊന്നുമില്ല. സിമ്പിൾ റെസിപ്പിയാണ്.